ഹലോ, വെൽക്കം ടു ശിവശക്തി എജ്യൂടിപ്സ്. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന നവോത്ഥാന നേതാവാണ് ആഗമാനന്ദൻ. ജനനം 1896, 1961 മരണം. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത്. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. കേരളത്തിൽ രാമകൃഷ്ണ മിഷൻ്റെ പ്രധാന നേതാവാണ്. സന്യാസം സ്വീകരിച്ചത് സ്വാമി നിർമ്മലാനന്ദ സ്വാമിയിൽ നിന്നാണ്. ആദ്യത്തെ ആശ്രമം തിരൂർ ജില്ലയിലെ പുതുക്കാട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. കാലടിയിൽ 1936 ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. അതുപോലെ തന്നെ കാലടിയിൽ സംസ്കൃത സ്കൂളും സ്ഥാപിച്ചു. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ചതും ആഗമാനന്ദനാണ്. 1954 കാലടിയിൽ ശ്രീശങ്കര കോളേജും ആഗമാനന്ദൻ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ: വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം. അദ്ദേഹത്തിൻ്റെ മാഗസീനുകൾ: പ്രബുദ്ധ കേരളം, അമൃതവാണി. ഇനി പ്രസംഗ ശേഖരണമുണ്ട്. പ്രസംഗ ശേഖരത്തെ അറിയപ്പെടുന്നത് വീരവാണി എന്നാണ്. ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ആഗമാനന്ദനെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കരൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവാണ് ആഗമാനന്ദൻ. ആശ്രമം പുതുക്കാട്ടാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ രാമകൃഷ്ണ മിഷൻ്റെ കേരളത്തിലെ പ്രധാന നേതാവായി അദ്ദേഹം വർത്തിച്ചു. ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം 1936 ആഗമാനന്ദൻ സ്ഥാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. ബ്രഹ്മാനന്ദോദയം കാലടിയിൽ സ്ഥാപിച്ചു. വിഷ്ണു പുരാണം, അമൃതവാണി, പ്രബുദ്ധ കേരളം, വീരവാണി ഇവയൊക്കെയാണ് പുസ്തകങ്ങളും മാഗസീനുകളും പ്രസംഗശേഖരവും. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് കുറുമ്പൻ ദൈവത്താനെ നോക്കാം. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവാണ്. ചെങ്ങന്നൂരിനടുത്ത് ഇടയാറന്മുളയിൽ ജനനം. നടുവത്തമ്മൻ എന്നാണ് ആദ്യകാല നാമം. 1917 ഹിന്ദു പുലയ സമാജം രൂപീകരിച്ചു. 1917 ശ്രീമൂല മഹാസഭയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു. അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നേതാവാണ്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം. അത് എഴുതിയത് ബാബു തോമസ് ആണ്. ഇനി നമ്മൾ അറ്റ്ലീസ്റ്റ് കുറുമ്പൻ ദൈവത്താനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ വന്ന കാര്യങ്ങളും നോക്കാം. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നടുവത്തമ്മൻ എന്നുള്ളതാണ് ആദ്യകാല നാമം. ഹിന്ദു പുലയ സമാജം രൂപീകരിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. പുലയ സമാജങ്ങളിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഹിന്ദു പുലയ സമാജം രൂപീകരിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ഇത് എഴുതിയത് ബാബു തോമസ് ആണ്. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പോയാലും കുറുമ്പൻ ദൈവത്താനെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മറ്റ് നവോത്ഥാന നേതാക്കളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗ്രോ ടുഗദർ.